ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരിലും ചോരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ഭൂമിയാണ് ഗസ. ആ ഭൂമിയുടെ ദീർഘകാല വിലാപത്തിനുള്ള മറുപടിയായി വെടിനിർത്തൽ പ്രഖ്യാപനം നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. എങ്കിലും കരാറിന് അന്തിമാനുമതി നൽകുന്നതിൽ ഇസ്രായേൽ തുടർന്ന അനിശ്ചിതത്വവും വെസ്റ്റ് ബാങ്കിലടക്കം നടത്തിയ ആക്രമണങ്ങളും ലോകത്തിന്റെ സ്വസ്ഥത കെടുത്തിയിരുന്നു. തുടർന്ന് അതൊരു ആശങ്കയിലേക്ക് വഴിമാറുകയും ചെയ്തു. വംശഹത്യ എന്ന ആദ്യഘട്ടത്തിൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ആക്രമണമായിരുന്നു ഗസയിലേത്. 15 മാസമായി അത്യന്തം ഹീനവും മനുഷ്യത്വരഹിതവുമായ ആക്രമണ പരമ്പരകളിലൂടെ സർവനാശം വിതച്ചു കഴിഞ്ഞു. ലോകം ഇതിനകം നേടിയെന്ന് അവകാശപ്പെടുന്ന മാനുഷിക മൂല്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു തള്ളിക്കൊണ്ട് ഇസ്രായേലിന്റെ കൂട്ടക്കൊല. ഒടുവിൽ വെടിനിർത്തലായി. പക്ഷേ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ വരെ ശത്രുക്കളായി കണ്ട് അവരോട് യുദ്ധം ചെയ്തവർക്ക് എന്താണ് ശിക്ഷ? യുദ്ധക്കുറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞ് അന്താരാഷ്ട്ര കോടതി കയറിയ ആ കേസിന്റെ ഗതി എന്തായി? യുദ്ധക്കുറ്റങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പേരിൽ കഴിഞ്ഞ വർഷമാണ് രാജ്യാന്തര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഒപ്പം ഹമാസ് നേതാക്കൾക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ജനവാസ മേഖലയിൽ ആക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേലിന് നേരെ ആരോപിക്കുന്ന കുറ്റം. ICC ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ ഇതേ വർഷം മെയ്യിൽ ഉന്നയിച്ച ആവശ്യത്തിന് പിന്നാലെയായിരുന്നു കോടതിയുടെ ഈ നടപടി. ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, മരുന്ന്, വൈദ്യസഹായം, ഇന്ധനം, വൈദ്യുതി എന്നിവ ഉൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂട്ടാനാവാത്ത വസ്തുക്കൾ ബോധപൂർവ്വം ഇസ്രായേൽ നിഷേധിച്ചെന്ന് ICCയുടെ ചേംബർ അന്ന് വിലയിരുത്തിയിരുന്നു. ഒക്ടോബർ 7-ന് നടന്ന ആക്രമണത്തിനിടെയുണ്ടായ ലൈംഗികാതിക്രമങ്ങളുടെ റിപ്പോർട്ടുകളും ഗസയിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിലേക്കും പരിക്കുകളിലേക്കും നയിച്ച വലിയ തോതിലുള്ള ബോംബാക്രമണങ്ങളുമെല്ലാം പരിഗണിച്ചാണ് ICC അന്ന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. നെതന്യാഹു, ഗാലന്റോ ICC അംഗത്വമുള്ള 120-ലധികം രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കും. അറസ്റ്റിലായാൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിൽ ഹാജരാക്കും. ഇസ്രായേലും അമേരിക്കയും ICCയിൽ അംഗത്വം എടുക്കാത്തതിനാൽ ഉത്തരവ് നടപ്പാക്കുന്നതിന് പ്രായോഗിക പരിമിതി ഉണ്ടായിരുന്നു. ഈ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നതിനിടെ പോളണ്ടിൽ നടന്ന ഹോളോകോസ്റ്റ് അനുസ്മരണത്തിൽ നെതന്യാഹു പങ്കെടുക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ ധാരാളം പുറത്തു വന്നിരുന്നു. പോളണ്ടിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ നെതന്യാഹു ഉൾപ്പെടെയുള്ള മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർക്ക് പോളണ്ടിലേക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്രമേയം പോളിഷ് സർക്കാർ അംഗീകരിച്ച് പാസ്സാക്കുകയായിരുന്നു. ICCയിലെ അംഗരാജ്യമെന്ന നിലയിൽ അറസ്റ്റ് വാറന്റ് നേരിടുന്ന പ്രതികൾ അവരുടെ മണ്ണിൽ കാലുകുത്തിയാൽ അവരെ കസ്റ്റഡിയിലെടുക്കാൻ പോളണ്ട് ബാധ്യസ്ഥരാണ്. പരിപാടിയുടെ അസാധാരണ സ്വഭാവം കണക്കിലെടുത്ത് നെതന്യാഹുവിനെ തടസ്സമില്ലാതെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രേജ് ഡുഡ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുമ്പോഴും നെതന്യാഹുവിന്റെ സ്വതന്ത്ര സഞ്ചാരം ഏറെ ചർച്ചയായിരുന്നു. നടപടി കർശനമാക്കണമെന്നും കൃത്യമായി പാലിക്കപ്പെടണമെന്നും ലോകരാജ്യങ്ങൾ നിരന്തരം ആവശ്യമുന്നയിച്ചു. ഇപ്പോഴിതാ അറസ്റ്റ് വാറന്റ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ 9 രാജ്യങ്ങളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഹേ ഗ്രൂപ്പ് എന്ന പേരിൽ അണിനിരുന്ന ബെലീസ്, ബൊളീവിയ, കൊളംബിയ, ക്യൂബ, ഹോണ്ടുറസ്, മലേഷ്യ, നെമീബിയ, സെനഗൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് നിലപാട് സ്വീകരിച്ചത്. ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ മേലുള്ള അധിനിവേശം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇസ്രായേലിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നത്. ഇസ്രായേലിന് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ലഭിക്കുന്നത് ചെറുക്കുമെന്നും രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമം ലംഘിക്കാൻ വ്യക്തമായ സാധ്യതയുള്ളിടത്ത് ഇസ്രായേലിന് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും വിതരണം ചെയ്യുന്നത് തടയും. അത്തരം അപകട സാധ്യത തിരിച്ചറിഞ്ഞ സന്ദർഭങ്ങളിൽ ഇസ്രായേലിലേക്ക് സൈനിക ഇന്ധനമോ ആയുധങ്ങളോ കൊണ്ടുപോകുന്ന തുറമുഖങ്ങളിൽ നങ്കൂരമിടുന്നത് തടയുമെന്നും ഈ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം, ഫലസ്തീനിലെ വംശഹത്യാ നിരോധനം എന്നീ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ ലംഘിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹേ ഗ്രൂപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി എന്നിവയുടെ വിധികളോടുള്ള ഇസ്രായേലിന്റെ സമീപനമാണ് തങ്ങളുടെ തീരുമാനത്തിന് പ്രേരണ നൽകിയതെന്ന് ഹേ ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നടന്ന ഹേ ഗ്രൂപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഈ പ്രസ്താവന. ഐക്യരാഷ്ട്രസഭയെയും അതിന്റെ അന്താരാഷ്ട്ര കോടതികളെയും ഇസ്രായേൽ പൊതുവെ മുൻവിധിയോടെയും പക്ഷപാതപരമായാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് ICJ ജൂലൈയിൽ വിധിച്ചപ്പോൾ സ്വന്തം നാട്ടിൽ ജൂതജനത അധിനിവേശക്കാരല്ല എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവനയെന്നും ഹേ ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഗസയിലെ സാധാരണ പൗരന്മാർക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങളും യുദ്ധത്തിൽ പട്ടിണി ആയുധമാക്കിയതുമടക്കമുള്ള യുദ്ധക്കുറ്റങ്ങൾക്ക് നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരായ വാറന്റുകൾക്ക് ICCയുടെ അനുമതി നൽകാനുള്ള ബിൽ US ഫെഡറൽ നിയമനിർമ്മാണ സഭയിൽ പാസ്സാക്കാൻ ശ്രമിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഹേ ഗ്രൂപ്പിന്റെ രൂപീകരണം. 9 ഹേ ഗ്രൂപ്പ് രാജ്യങ്ങളിൽ ഒന്നായ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തിയെന്നാരോപിച്ച് ഫയൽ ചെയ്ത കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് അവസാനിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് സൂചന. ഹേ ഗ്രൂപ്പിന്റെ രൂപീകരണം വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഒരു രാഷ്ട്രവും നിയമത്തിന് അതീതരല്ല. ഒരു കുറ്റകൃത്യത്തിനും ഉത്തരം ലഭിക്കാതെ പോകില്ല.
ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോള പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ദക്ഷിണാഫ്രിക്കയുടെ കേസിൽ കക്ഷി ചേരാൻ ബെലീസ് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ICJ അറിയിച്ചിരുന്നു. ബൊളീവിയ, കൊളംബിയ, ക്യൂബ എന്നിവ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷിച്ച മറ്റ് എ ഗ്രൂപ്പ് രാജ്യങ്ങളാണ്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് ശേഷം തീരദേശത്തിന്റെ വടക്കു ഭാഗത്തേക്ക് മടങ്ങിയെത്തുന്ന ഗസക്കാരെ സംരക്ഷിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമം ഉണ്ടാകണമെന്നും ഹേഗ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ ലംഘനങ്ങൾ ഫലസ്തീനുകളുടെ കൂട്ടക്കൊലയ്ക്കും പീഡനത്തിനും അപ്പുറമാണ്. അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിത്തറയെ തന്നെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. അത് സംരക്ഷിക്കേണ്ടതും പ്രതിരോധിക്കേണ്ടതും ആഗോള സമൂഹത്തിന്റെ കടമയാണെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും പറഞ്ഞു. ഇതിനിടെ നെതന്യാഹുവിന് സംരക്ഷണം ഒരുക്കാനും US അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തുണ്ട്. നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അനുവദിക്കുന്ന ബിൽ പാസ്സാക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റിലെ ഡെമോക്രാറ്റുകൾ തടഞ്ഞിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധർ, യൂറോപ്യൻ ഉദ്യോഗസ്ഥർ, ICCയുടെ മാനേജ്മെന്റ് ബോഡിയുടെ നിലവിലുള്ളതും മുൻ പ്രസിഡന്റുമാരും ബില്ലിനെതിരെ രംഗത്തെത്തി. അന്താരാഷ്ട്ര നിയമക്രമത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള സമയത്ത് ഇത് അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പും സെനറ്റിൽ ഉയർന്നിരുന്നു. ഇസ്രായേലിനെതിരെ അന്യായമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ് നടപടിക്കെതിരെ വോട്ട് ചെയ്ത ഡെമോക്രാറ്റുകളിൽ പലരും ആരോപിച്ചത്. US-ന്റെ അടുത്ത സഖ്യകക്ഷിയെ ലക്ഷ്യമിടുന്നത് ആശങ്കയുണ്ടാക്കുന്നു എന്നായിരുന്നു ബില്ലിനെ പിന്തുണച്ച് സെനറ്റിൽ സംസാരിച്ച റിപ്പബ്ലിക്കൻ സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ജോൺ തുണിന്റെ പ്രതികരണം. ഇന്ന് ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്ന ICC അമേരിക്കക്കാരെ എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാനുള്ള സാധ്യതയും അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗസയിലെ ഇസ്രായേലിന്റെ ആക്രമണം ഇതുവരെ 47,000-ലധികം മനുഷ്യരെ കൊന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പുറത്തുവരാത്ത കണക്കുകൾ ഇതിലും ഇരട്ടി വരും. ഗസ മുനമ്പിലെ മുഴുവൻ ആളുകളും കുടിയിറക്കപ്പെട്ടു. ജനുവരി 19 മുതൽ ഒരു ദുർബലമായ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും പലയിടങ്ങളിലും കരാർ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്നത്. ഇസ്രായേലിലും നെതന്യാഹുവിന് അത്ര നല്ല സമയമല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ കരാറിലൂടെ ഇസ്രായേൽ മന്ത്രിമാരിൽ പലരും രാജ്യഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. പൗരന്മാരിൽ നിന്നുള്ള പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. അധികാര കസേര സംരക്ഷിക്കാൻ ഓരോ പുതിയ വഴികളും പദ്ധതികളും തിരഞ്ഞു നടപ്പാക്കുകയാണ് നെതന്യാഹു. ഇതിനിടെ ഹേഗ് ഗ്രൂപ്പിന്റെ നടപടികൾ വിലങ്ങുതടിയാകുമോ? ലോകത്തിനു മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുമോ? തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നതെല്ലാം വരും നാളുകളിൽ അറിയാം.